പ്രിയപ്പെട്ടവരെ, അമേരിക്കക്കും ഇസ്രായേലിനും ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരിക്കുന്നത്. ദുബൈയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധ സ്റ്റോറേജുകളെയാണ് തകർത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഏറ്റവും വലിയ തലവേദനയായ ഡ്രോണാണ് ഇറാന്റെ ഷഹദ് 136. ഇത് പലപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇതിനെതിരെ ആക്രമണം നടത്താൻ സാധിക്കുന്ന മറ്റൊരു ഡ്രോണാണ്. ഈ ഡ്രോൺ ഉക്രൈനിൽ നിന്ന് വാങ്ങുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ നേതാവ് സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എന്നാൽ ഇത്തരം ഡ്രോണുകൾ ധാരാളമായി UAE ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറിന് കൃത്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മർമ്മങ്ങളിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറയുന്നത് ഇറാന്റെ ഡ്രോണുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഡ്രോൺ, അതായത് യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ, ഈ ഡ്രോണുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോറേജിന് നേരെ ആക്രമണം ഉണ്ടായി. മാത്രമല്ല, ഇവിടെ ഈ ഡ്രോണിൽ പരിശീലനം നൽകാൻ വേണ്ടി എത്തിയ 21 ഉക്രൈനികൾ അടക്കം ഇതിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. 21 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൽ. അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് സ്റ്റോറേജ് നേരെ ഇറാൻ നടത്തിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം E3 സെൻട്രി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വ്യോമതലങ്ങളിൽ വെച്ച് യുദ്ധം നിയന്ത്രിക്കാൻ പറ്റിയ വിമാനമാണ് സൗദി അറേബ്യയുടെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ വെച്ച് തകർത്തിട്ടുള്ളത്. ഇങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മർമ്മപ്രധാനമായ മിലിറ്ററി ഫെസിലിറ്റികൾക്ക് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. മറ്റൊരു ഭാഗത്ത് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെയും ഇസ്രായേലിന്റെയും സൈനിക സംവിധാനങ്ങൾ, മാത്രമല്ല തന്ത്രപ്രധാനമായ സൈനിക ഓപ്ഷനുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുന്നത്.